ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നു, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബിസിയിലായിപ്പോയി, അതുകൊണ്ട് ഒരു 5 days എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. 1-ാം തീയതി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. 2, 3, 4, 5, 6 days ഞാൻ ഇട്ടിട്ടില്ല. സോറി. അത്രയ്ക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റാതിരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു. സോ നമ്മൾ വീണ്ടും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ, വിത്തിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കടന്നു വരുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, എല്ലാവരും ഓടിപ്പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. Universe, angels, please give me an answer. Please give me an answer. What you need to hear right now. What you need to hear right now. കുറച്ചധികം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഒരു ഫുൾ എനർജിയിൽ, ഒരു പൊട്ടത്തരത്തിൻ്റെ എനർജിയിൽ ഇരുന്നിരുന്ന വ്യക്തികളെയാണ് എനിക്ക് കാണുന്നത്. പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. അല്ലെങ്കിൽ ഒരു ഫുൾ എനർജിയാണ് മെയിനായിട്ടും കാണുന്നത്. ഈ ഫുൾ എനർജി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ കുറേ പേര് നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. കുറേ അധികം ആളുകൾ നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾ നിങ്ങളെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റിയിട്ടുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവാം. അതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇരുന്ന് ഇങ്ങനെ പറയുമ്പം അത് ആർക്കും, അത് അനുഭവിക്കാത്ത ഒരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയ്ക്കും വളരെ എന്താ പറയുക, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ ഈ റീഡിങ് കാണുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റി അങ്ങോട്ട് സ്വന്തം ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. പക്ഷേ തിരിച്ച് കിട്ടിയതെന്ന് പറയുന്നത് ഒരു നിങ്ങളങ്ങോട്ട് ഇരുത്തി കുഴിച്ചിട്ട ഒരവസ്ഥ എന്നൊക്കെ പറയില്ല, അത്രയും ഫൂളായിട്ട്, അത്രയും ഫൂളാക്കി നിങ്ങളെ മാറ്റി എന്നുള്ള ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കാം. ജീവിക്കാനായിക്കൊള്ളട്ടെ, മുന്നോട്ട് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ അത്രയും ഓരോ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നേടിയെടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട്ണറായിരുന്ന ഒരാൾ. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. കാരണം ആ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി, ആ പാർട്ട്ണർ നിങ്ങളെ ഒന്നുമല്ലാതാക്കി, നിങ്ങളുടെ സ്നേഹത്തിന് വില പോലും നൽകാതെ, ഒട്ടും വാല്യൂ തരാതെ അവരവരുടെ കാര്യം നോക്കിപ്പോയി.
അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അവർ യൂട്ടിലൈസ് ചെയ്തു. അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ അവർ ഉപയോഗിച്ചു. എന്നിട്ട് എക്സാക്റ്റ് വേർഡ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ കറിവേപ്പില നിങ്ങളെ ഒരു കറിവേപ്പിലയാക്കി മാറ്റി ആൻഡ് നിങ്ങളെ ദൂരെ കളഞ്ഞു. അല്ലേ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കറി കഴിക്കുമ്പോൾ അതിൻ്റെ അതിലിടുന്ന കറിവേപ്പില തന്നെ എല്ലാവരും കഴിക്കണം. ചിലവരത് കടിച്ചു മുറിച്ച് കഴിക്കും, എല്ലാവരും കഴിക്കണമെന്നില്ല. മിക്കവാറും പേരെന്താ ആ കറിവേപ്പില അതിൽ നിന്ന് ദൂരെ മാറ്റിയിടും. അല്ലേ, ആ കറിക്ക് മണവും രുചിയും അത് ദൂരെ മാറ്റിയിട്ട് അത് കളയും. നമ്മൾ വാഷ് ബേസിനിലോ അങ്ങനെ നമ്മൾ ദൂരെ കളയും. എന്നാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ആ ഒരു കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂടാനായിട്ടുള്ള മെയിൻ സംഭവമായിരിക്കും ആ കറിവേപ്പില എന്ന് പറയുന്നത്. ആ ഒരു കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആക്കുന്ന ഒരു വലിയൊരു ഘടകം തന്നെ ആയിരിക്കും ആ കറിവേപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അതിൻ്റെ സത്തെല്ലാം എടുത്ത് അതിൻ്റെ ഗുണമെല്ലാം എടുത്ത് അവസാനം അതിനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. ഇത് പറയുമ്പോൾ പോലും നിങ്ങളുടെ കണ്ണുകളും മനസ്സുകളും നിറയുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ റീഡിങ്. ഇത് ഉറപ്പായിട്ടും നിങ്ങളുടെ റീഡിംഗ് ആണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അത്രയും ഹാർട്ട് ടച്ചിങ് തോന്നുന്നുണ്ടെങ്കിൽ, അത്രയും നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് ശരിക്കും തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട്, അത്രയും നിങ്ങളുടെ പ്രഷർ കയറിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ എൻ്റെ ആണല്ലോ ഈശ്വര, ഈ ചേച്ചി പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ആണല്ലോ ഈ ഒരു സിംറ്റംസ് എല്ലാം പറഞ്ഞത് തോന്നും. കാരണം നിങ്ങളിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ആരുമില്ലാത്തൊരവസ്ഥ. ശരിക്കും ഫുൾ കാർഡ് പല പോസിറ്റീവ് കാർഡായിട്ടും വരും, നെഗറ്റീവ് കാർഡായിട്ടും വരും. ആസ് എ ടാരറ്റ് റീഡറിൻ്റെ മൈൻഡ് പോലെയാണ് ഓരോ കാർഡ്സും ഡൈവേർട്ട് ചെയ്ത് വരിക. ആൻഡ് നിങ്ങളുടെ എനർജി പോലെയും ഇതിൽ നിങ്ങളുടെ എനർജി പ്രതിപാദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രയ്ക്കും അധികം ഫൂളായിപ്പോയി, നിങ്ങൾ അത്രയും വിഡ്ഢിയായിപ്പോയി. ഒരു പട്ടിക്കുട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പോയി. നിങ്ങൾ അത്രയ്ക്കും യൂട്ടിലൈസ് ചെയ്തു, നിങ്ങളെ അത്രയ്ക്കും അവർ ഉപയോഗിച്ചു. അവരുടേതായ കാര്യങ്ങളെല്ലാം നേടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച് കഴിഞ്ഞു സുഹൃത്തുക്കളെ. അതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. കാരണം നിങ്ങളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. നിങ്ങളുടെ സന്തോഷം, അവരുടെ സന്തോഷം, അതുമൂലം അവർക്ക് അത്രയും നല്ല സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ, ഇതിനെല്ലാം അവർക്കൊരാവശ്യത്തിന് ഉപകരിക്കുമെങ്കിൽ അത് നടന്നോട്ടെ. അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരാ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവം നിങ്ങളെ കൈവിടുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. മറ്റൊരാളുടെ സങ്കടം കണ്ട് അവരെ സഹായിക്കാൻ നിങ്ങളുടെ മനസ്സ് ഉതകിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് മുകളിലിരിക്കുന്നവൻ തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ എനർജി മാറ്റി നിങ്ങളെ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് മാറ്റാനായിട്ട് അദ്ദേഹത്തിന് വലിയ പാടൊന്നുമില്ല. നിങ്ങളത് പേടിക്കുകയും വേണ്ട. മനസ്സിലായോ? ഒന്നുമില്ലാത്തവനായിട്ടാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്, ഒന്നുമില്ലാത്തവനായിട്ട്. അതായത് കയ്യിലുണ്ടായിരുന്നതെല്ലാം. ഈ ഒരു കാർഡ് എനിക്ക് പറഞ്ഞു തരുന്നില്ല കേട്ടോ, ഈ ഒരു ഒറ്റ കാർഡിൽ എനിക്ക് പറഞ്ഞു തരുന്നില്ല. വീഡിയോ അത്രമാത്രം ലോങ് ആവും, കാരണം നമുക്ക് ബാക്കി കാർഡ്സും കൂടി എടുക്കണം. ഈ ഒരു കാർഡ് എനിക്ക് നോക്കുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ പറയാൻ വരുന്നുണ്ട്. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നേരം ഉണ്ടെങ്കിൽ പറയാം. കാരണം അത്രമാത്രം പോയിന്റ്സ് ഈ ഒരു ഒറ്റ കാർഡിൽ എനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ അത്രയ്ക്കും നിങ്ങളെ വിഡ്ഢികളാക്കി സൂക്ഷ്മമായി പറ്റിച്ചു എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ഒരു ആത്മഹത്യ വക്കിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ ഒരു സ്റ്റേജിൽ നിന്നെല്ലാം നിങ്ങളെ മാറ്റാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജിൽ നിന്ന് വിത്തിൻ 1 വീക്കിനുള്ളിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെ ആയിരിക്കും. ഈ ഒരു ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ പല ഡിസിഷൻസ്
അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, പല തീരുമാനങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ആ തീരുമാനങ്ങൾ നിങ്ങളുടെ ആയുസ്സിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ, ഇത്രയും കാലം നിങ്ങളുടെ ജീവിതം കറങ്ങിയിരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നേരെ റിവേഴ്സ് കറങ്ങാൻ പോവുകയാണ്. അത് കാരണം ഇത്രയും കാലം നിങ്ങളുടെ ലൈഫ് ഒരു ബാഡ് മൂവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മുതൽ പോവാൻ പോകുന്ന മൂവ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, വളരെ ആവേശത്തോട് കൂടിയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഇനി നിങ്ങളുടെ ലൈഫ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, സ്പഷ്ടമായിരിക്കും, നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും അത്. കാരണം ഇത്രയും നാൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് കുറവാണ് എങ്കിൽ പോലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇത്രയ്ക്കും വിസിബിൾ ആയിരുന്നില്ല. നാലാൾ കാണാൻ പാകത്തിനുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും, എന്നാൽ എല്ലാവരും അറിയാൻ പാകത്തിനുള്ള ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അത് വിസിബിൾ ആയിട്ടുള്ള തരത്തിൽ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ പോകുന്നത്. അത് നിങ്ങളേറ്റവും വലിയ ഒരു സ്റ്റേജിൽ, കൂടുതലും ഫീമെയിൽസ് എനർജിയാണ് കാണുന്നത്. ഈ പറയുന്ന ഒരു ഫുൾ എനർജിയിലിരിക്കുന്നത് ഫീമെയിൽസ് ആയിട്ടാണ് കാണുന്നത്. സോ മെയിലും ഉണ്ടായിരിക്കാം, മേ ബി ഫീമെയിൽസ് കൂടെ, ഒട്ടുമിക്ക കൂടെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽസിനായിരിക്കും മേ ബി ജോബൊന്നുമില്ലാതെ തള്ളപ്പെട്ട ഒരവസ്ഥയിൽ, ഒറ്റയ്ക്കാക്കപ്പെട്ട ഒരവസ്ഥയിൽ, സ്റ്റക്കിങ് ആയിട്ടുള്ള ഒരവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർ. ആ ഒരു ബോയ്സിന് പിന്നെയും ഒന്ന് ഇറങ്ങി ജോബും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനോ ഒക്കെയുള്ളൊരു അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ലേഡീസിന് അങ്ങനെ എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം, ആ ഒരു ഫ്രീഡം ഉണ്ടായിരിക്കുന്നതല്ല. ആരുടെയെങ്കിലുമൊക്കെ ഒരു ചങ്ങല കണ്ണികളിൽ ബന്ധിതരായിട്ടായിരിക്കും അവരിയ്ക്കുന്നുണ്ടാവുക. സോ അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും അവരുടെ ലൈഫിൽ വരുത്താൻ പറ്റുന്ന ഒരു വലിയ ചേഞ്ച് തന്നെയാണ് വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞാലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യുന്നു, എൻ്റെ ലൈഫിൽ അത് സംഭവിക്കുമെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കമൻറ്റ് ചെയ്യും, ജേർണൽ ചെയ്യട്ടോ. അത് ക്ലെയിം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ അപ്പിയർ ആവുക. ഓക്കെ, കണ്ടോ, അത്രയ്ക്കും ഒരാ സിംഹക്കുട്ടീനെ പോലും മെരുക്കിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളായി മാറും നിങ്ങൾ. ഇപ്പോൾ ഫൂളായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നാളെ മേലാക്കം ഒരു സിംഹക്കുട്ടീനെ പോലും മെരുക്കി സ്വന്തം കൈയിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറാൻ പോവുകയാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ മുൻപിൽ വരുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഫീലിങ്സ്, അനുഭവങ്ങൾ, നിങ്ങളുടെ ഓരോ ഇൻസിഡൻസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ്, ഇതെല്ലാം നിങ്ങൾ പല പാഠങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠങ്ങളെല്ലാം തന്നെയും ഓരോരോ അധ്യായങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പം നിങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ പഠിക്കുന്ന കാര്യങ്ങൾ എത്ര പെട്ടെന്നാണോ, നിങ്ങൾക്ക് എത്ര ഇമ്മീഡിയറ്റ് ആയിട്ടാണോ നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ സാധിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാലചക്രം റീവൈൻഡ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങളെ വിരൽ ചൂണ്ടുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ലൈഫാണ്. ഇത്രയും കാലം പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള ഭാണ്ഡങ്ങൾ, ഭാരക്കെട്ടുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കടബാധ്യത, ദാരിദ്ര്യം, എന്താ പറയുക, ചതി, വഞ്ചന, സ്നേഹമില്ലായ്മ, മറ്റുള്ളവർ ചതിച്ചു പോവൽ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പേറി നടന്നിട്ടുണ്ടാവുക. പക്ഷേ
മുറിവേറ്റിട്ടുള്ള കുറേ വാളുകൾ നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ടുണ്ടാവും. ആ പാസ്റ്റ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആ പാസ്റ്റ് ട്രോമാസ് എല്ലാം അവിടെ ലീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന അവസരങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്ന നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള മെയിനായിട്ടുള്ള ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്. ഇതിലെല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് ജേർണൽ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഹെഡിങ്ങിൻ്റെ താഴെ ഒരു മോർ ഉണ്ടാവും. ആ മോർ ക്ലിക്ക് ചെയ്തായിട്ട് താഴെ കുറച്ച് മലയാളം സെൻറ്റൻസ് എഴുതിയിട്ട് അതിൻ്റെ താഴെയും കുറച്ച് മോർ ഉണ്ടാവും. ഒരു മോറുണ്ടാവും. ആ മോറും കൂടി ഞെക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഓരോ ചാനലിൻ്റെയും പേര്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ആ ചാനലിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.